ഇത് അറിഞ്ഞോന്ന് എനിക്കറിയില്ല. അവര് പറഞ്ഞിരിക്കുന്നത് ഈ കുട്ടി കല്യാണം ഓക്കെ ഈ കല്യാണം കഴിച്ചു എന്ന് അറിഞ്ഞപ്പോ തന്നെ നിങ്ങളുടെ ഡിവോഴ്സിന് ശേഷമാണ് എന്തോ അവരത് കമന്റ് ചെയ്തത്. കല്യാണം കഴിച്ചപ്പോ തന്നെ എനിക്കറിയാമായിരുന്നു ഇത് അധികം നാളും ഈ റിലേഷൻ പോവില്ല. ഇവർ ഉടനെ തന്നെ വേർപിരിയുമെന്ന് എനിക്കറിയാം എന്ന്. അതൊക്കെ അത് മേഘന അറിഞ്ഞായിരുന്നോ? ഞാൻ ആ അറിഞ്ഞിട്ടില്ല. ഓക്കെ. ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സീരിയൽ അഭിനയിക്കുന്ന ഒരു നടി തന്നെ പറഞ്ഞ ഒരു ഇതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ കൂടെ പറയുമ്പോഴേ അവരൊക്കെ പറയാണ് നേരത്തെ അവരൊക്കെ എനിക്ക് നേരത്തെ അറിയാമായിരുന്നു എന്നൊക്കെ പറയുമ്പോ ആരാന്ന് എനിക്ക് അറിയില്ല, ബട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം. അത് ഓരോരുത്തരുടെ ഒപ്പീനിയൻ അല്ലേ ചേച്ചി, അതിന് എനിക്ക് അവരെ തെറ്റു പറയാൻ പറ്റില്ല. ഇപ്പൊ ഒന്നുമില്ല, ഒരു ഡ്രസ്സ് എനിക്കിഷ്ടായി, പക്ഷെ അത് വേറെ എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല. അത് ഓരോരുത്തരുടെ ഒപ്പീനിയൻ അല്ലേ, അതിനിപ്പോ എന്ത് പറയാനാ. ശരി, അത് പോട്ടെ. നമുക്ക് ഈ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഇപ്പം എത്ര വർഷമായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുനാള് മുതല് അമ്മ ഇതിലുള്ളതുകൊണ്ട് അന്ന് മുതല് ഞാൻ അമ്മയുടെ കൂടെ ഒരു സീരിയലിന്റെ ഷൂട്ട്, അമ്മ ആ സമയത്ത് സീരിയൽ ചെയ്തോണ്ടിരിക്കുക, സീരിയലിന്റെ ഷൂട്ടിന് ചുമ്മാ പോയതാ കൂടെ. അങ്ങനെ ഉണ്ടായ ഒരു അങ്ങനെ വന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, അങ്ങനെ വന്നതാണ് ഒരു പോപ്പിക്കുരയുടെ ആഡ്. ഓക്കെ, ആഡ് അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത 5ാമത്തെ വയസ്സിൽ. മേഘനേനെ ഇങ്ങനെ എല്ലാരും സ്നേഹിക്കുന്ന ഇത്രയും ലെവലിലേക്ക് എത്തിച്ച അമൃതയെ കുറിച്ച് പറയാം. അമൃത ഏകദേശം എത്രത്തോളം എപ്പിസോഡുകളാ ചെയ്തത് ചന്ദനമഴ അമൃതയായിട്ട്? ചന്ദനമഴ ഓൾമോസ്റ്റ് 1000 എപ്പിസോഡിന്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ചെയ്തതും ആ സീരിയൽ തന്നെയാണോ? ദിവസങ്ങൾ ഷൂട്ട് ചെയ്തതും? സത്യം പറഞ്ഞ ചന്ദനമഴ ചെയ്യുന്നതിന്റെ സമയത്ത് അതിന്റെ തന്നെ തമിഴും ചെയ്തോണ്ടിരിക്കുവായിരുന്നു. അതെ. അപ്പൊ 15 ദിവസം ഞാൻ ട്രിവാൻഡ്രത്ത് മലയാളത്തിൽ ചെയ്യും, അതിന്റെ തന്നെ തമിഴും സെയിം ക്യാരക്ടർ ചെയ്യും. തമിഴില് അതിന്റെ പേര് എങ്ങനെയാ? സീത. ചന്ദനമഴയ്ക്ക് പകരം ദൈവം തந்த വീട്. ദൈവം തந்த വീട്. ഇവിടെ അമൃത, അവിടെ സീത. അപ്പോ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 4.5 ഇയേഴ്സ് ഞാൻ ആ ക്യാരക്ടറായിട്ട് തന്നെയാണ്. ഒരു 30 ദിവസം, ഒരു വർഷത്തിൽ ഒരു 365 ദിവസം ഉണ്ടെങ്കിൽ ഒരു 360 ദിവസവും ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാല് അമൃതയായിട്ട് ആ ഒരു ക്യാരക്ടറായിട്ട് ജീവിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഭയങ്കര അറ്റാച്ച്ഡ് ആ ക്യാരക്ടറിന്റെ അടുത്ത്. ഇപ്പോഴും അമൃതന്ന് ആരെങ്കിലും ദൂരെന്ന് വിളിച്ച് ഞാൻ തിരിഞ്ഞു നോക്കൂ. ആണല്ലേ? ഒരു 4-4.5 വർഷം ഞാൻ ആ പേരെന്നെ കേട്ടി. ഇപ്പൊ പുറത്തു പോയി കഴിഞ്ഞാൽ ആരും ആ സമയത്ത് തന്നെ മേഘ്ന എന്ന് വിളിച്ചിട്ടേ ഇല്ല. എല്ലാരും അമൃത 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 എന്നേ വിളിച്ചിട്ടുള്ളൂ. ഇപ്പോഴും അങ്ങനെ തന്നെയാ വിളിക്കുന്നത്. അപ്പൊ ഒബ്വിയസ്ലി നമ്മള് ആ പേര് കേൾക്കുമ്പോ ടക്കും അറിയാതെ തിരിഞ്ഞു പോകും. അതെ, ഒരു ഓട്ടോമാറ്റിക്കലി നമ്മൾ തിരിഞ്ഞു. എനിക്ക് തോന്നുന്നത് ആ ക്യാരക്ടർ ചെയ്യാനായിട്ട് ആദ്യം മേഘ്നെ അപ്രോച്ച് ചെയ്യുന്നതിന് മുമ്പേ ഫസ്റ്റ് ഒരു നമ്മൾ മരിച്ചുപോയ ശരണ്യ എന്ന് പറഞ്ഞൊരു അല്ലേ ശരണ്യനെ തന്നെയായിരുന്നു അത്. അതിനുശേഷം അത് മേഘനയിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു എന്നറിയാമോ? ഏച്ചിയുടെ വീട്ടിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ഏച്ചിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഏച്ചിനെയും ഏച്ചിയുടെ ഫാമിലിനെയൊക്കെ എനിക്കറിയാം. നല്ലൊരു ഏച്ചിയാ. എന്താ പറയാ, ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏച്ചിയാണ്. ഏച്ചിക്ക് സുഖമില്ലാണ്ടായപ്പോഴാണ് ആ സമയത്ത് ഞാൻ കയൽ എന്ന് പറഞ്ഞൊരു മൂവി പ്രഭു സോളമൻ സാറിന്റെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അവിടെയാണ് ഇവര് വന്ന് ജയകുമാർ സാറ് വന്നിട്ട് ഇതുപോലെ കണ്ട് ഇതുപോലെ ഒരു സംഭവം എന്നോട് പറയുന്നതും അവിടെ നിന്ന് നേരെ ഞാൻ തമിഴിലേക്കാണ് ജോയിൻ ചെയ്യുന്നത്, ദൈവം തந்த വീട്. ഫസ്റ്റ് അതാ ഷൂട്ട് ചെയ്തത്? അതെ. അപ്പൊ 60 എപ്പിസോഡ് അവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതപ്പോ ആരെടുത്തത്? ശരണ്യ ചേച്ചിനെ വെച്ച് അത് തന്നെയായിരുന്നു എടുത്തത്. ഓക്കെ. അപ്പം അത് ചേച്ചിക്ക് വയ്യാണ്ടായപ്പോഴാണ്. അതെ. അപ്പം ആ സീരിയലില് സുധാചന്ദ്രൻ മാം അവിടെ ഒരു മെയിൻ ക്യാരക്ടർ, ഇവിടെ ഊർമിള ദേവി ചെയ്ത ക്യാരക്ടർ സുധാ മാം ആണ് ചെയ്തോണ്ടിരുന്നത്, സുധാചന്ദ്രൻ മാം. അപ്പൊ മാം ഇവിടെ മൺസ്റ്റാർസ് എന്ന് പറഞ്ഞൊരു റിയാലിറ്റി ഷോയില് ജഡ്ജായിരുന്നു. അതായത് നമ്മുടെ മലയാളത്തില് അവിടെ സുധാ മാം ചെയ്തത്, നമ്മുടെ മലയാളത്തിൽ ചെയ്തത് രൂപശ്രീ അല്ലേ? അപ്പൊ മദറിലോടെ ക്യാരക്ടർ രൂപശ്രീ. അപ്പോ സുധാ മാം ഇവിടെ ഒരു റിയാലിറ്റി ഷോന്റെ ജഡ്ജായിട്ട് ഇരിക്കുകയായിരുന്നു. ആ റിയാലിറ്റി ഷോയിൽ ഞാൻ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ സുധാ മാമിനെ എന്നെ കണ്ടപ്പോഴത്തേനും റിസംബ്ലൻസ് തോന്നി ശരണ്യ ചേച്ചിയുടെ. ഓക്കെ, അപ്പൊ അത് മാറ്റുവാണെങ്കിൽ ചേച്ചിക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ, ചേച്ചിക്ക് വയ്യാത്തത് കൊണ്ട്. അപ്പൊ അങ്ങനെ പകരം ഈ കുട്ടി ഉണ്ട് എന്ന് സുധാമാമാണ് ജയകുമാർ സാറിനോട് പറഞ്ഞത്. അങ്ങനെ ജയകുമാർ സാർ എന്നെ ഫിലിം ലൊക്കേഷനിൽ വന്ന് കാണായിരുന്നു. അപ്പൊ ഈ ശരണ്യായിട്ടുള്ള പരിചയം നേരത്തെ ഉണ്ടായിരുന്നോ അതോ ഇല്ല? ഇതുമായിട്ട് സംബന്ധിച്ച് എന്നിട്ടാണ് പരിചയപ്പെടുന്നത് അല്ലേ? ഞാൻ ഫസ്റ്റ് ചേച്ചിനെ കാണുന്ന ഇതിന്റെ പ്രൊമോയിലാണ്. ഈ സീതയ്ക്ക് പകരം ഈ സീതയാണ്, നിങ്ങൾ സപ്പോർട്ട് കൊടുക്കണമെന്ന് ഞങ്ങളൊരു പ്രൊമോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ചേച്ചിനെ ഫസ്റ്റ് ആയിട്ട് കാണുന്നത്. ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ശരണ്യയുടെ ഏകദേശം ആ ഒരു വയ്യാണ്ട് കടന്ന ലാസ്റ്റ് സ്റ്റേജിലൊക്കെ കൂടെ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ പോയി കണ്ടിരുന്നോ? ആ സമയത്തല്ല ഞാൻ കണ്ടിരുന്നത്, അതിന് കുറച്ച് മുൻപാണ് ഏച്ചിനെ പോയി കണ്ടത്, സംസാരിച്ചതൊക്കെ. ഏച്ചി ഒരുപാട് വയ്യാണ്ടായിട്ട് പിന്നെ ഞാൻ കാണാൻ പോയിട്ടില്ല. മനസ്സ് വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു ഇതായിരുന്നല്ലോ അതെല്ലാം.
നമുക്ക് ഭയങ്കര എല്ലാവർക്കും വിഷമായിരുന്നു. ശരിക്കും നമുക്കതും ഞങ്ങൾ എനിക്കൊന്നും ഒന്നിച്ചൊരു റിയാലിറ്റി ഷോയും ചെയ്തിട്ടുണ്ട്. ഞാനും ശരണ്യേച്ചിയും കൂടെ ഒന്നിച്ചിട്ട് ഓ ഒരു റിയാലിറ്റി ഷോയും ചെയ്തിട്ടുണ്ട് അപ്പം അതിനുശേഷം. അതേത് അപ്പൊ ഏത് വളരെ എന്ത് റിയാലിറ്റി ഷോ? ഇവിടെ മലയാളത്തിലൊരു ജോഡി എന്ന് പറഞ്ഞിട്ടൊരു റിയാലിറ്റി ഷോ. ഓ ഓക്കെ. അപ്പൊ ഞങ്ങള് എന്താ പറയാ, രാവിലെ ആയിരിക്കും ഷൂട്ട്, നൈറ്റ് ഒക്കെ ആകുമ്പോഴത്തേനും ഞങ്ങള് എല്ലാരും കൂടെ പുറത്തൊക്കെ പോയിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. ഓ അപ്പൊ നിങ്ങൾ തമ്മിൽ വളരെ അറ്റാച്ച്ഡ് ആയിരുന്നു. അപ്പം അറ്റാച്ച്ഡ് ആ ആയിരുന്നു. ഒരു ഇതെന്ന് പറഞ്ഞാൽ വളരെ പെയിൻ ആയിരുന്നിരിക്കും അല്ലേ? ശരിക്കും ഈ എന്താ പറയാ, നമ്മള് ഞങ്ങളൊക്കെ പുറമേ നിന്നുള്ള ആൾക്കാരാണ്, എന്നിട്ട് പോലും നമുക്ക് പരിചയമുള്ള ഒരു സെലിബ്രിറ്റിക്ക് ഇങ്ങനെ, സെലിബ്രിറ്റി ഒക്കെ പോട്ടെ, ഒരു വ്യക്തിക്ക് പിന്നീട് ഇങ്ങനെ സംഭവിക്കാന്ന് അറിഞ്ഞപ്പോഴത്തെ ആ ഫോട്ടോസും ഇതും ഒക്കെ കണ്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും എത്രത്തോളം പെയിൻ വന്നു. അത് കണ്ടപ്പോൾ എന്തൊരു വിഷമായി. അപ്പൊ ഇതുപോലെ ഇത്ര സമയം നിങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്തു, കളിച്ച് ചിരിച്ചു തമാശ പറഞ്ഞതെന്ന് പറയുമ്പം ആ ഒരു പെയിൻ മേഘനയ്ക്കൊക്കെ എന്ത് ഡെപ്തിൽ വന്നിട്ടുണ്ടാവണം. ശരിക്കും ഭയങ്കര ഭയങ്കര വിഷമം, എല്ലാരെയും പോലെ ഭയങ്കര വിഷമം. പിന്നെ ചില കാര്യത്തിൽ നമുക്ക് കൺട്രോൾ ഇല്ലല്ലോ, നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. അതെ ശരിക്കും അല്ലേ, നമുക്കൊന്നും നമ്മുടെ കാര്യങ്ങളൊന്നും ഒന്നും നമ്മുടെ കയ്യിലില്ല. ഇല്ല. ജസ്റ്റ് നമ്മള് ചുമ്മാ ജസ്റ്റ് ആ ഒരു ഫ്ലോവിന്റെ കൂടെ അങ്ങ് ഒഴുകി പോവാന്നല്ലാതെ നമ്മുടെ കയ്യിൽ ഒന്നുമില്ലല്ലോ ചേച്ചി. മേഘന ആ ഒരു ലാസ്റ്റ് കുറച്ച് എപ്പിസോഡുകളിൽ നിന്ന് മാറിയത് എന്തിനായിരുന്നു? എന്താ അവിടെ സംഭവിച്ചേ? ഞാനത് മുൻപും പറഞ്ഞിട്ടുള്ളതായിരുന്നു, ക്ലാരിഫൈ ചെയ്തിട്ടുള്ളതാണ്, ഒന്നും കൂടെ പറയാം. ആക്ച്വലി കല്യാണമായിരുന്നു ആ സമയത്ത്. അപ്പൊ ആ സമയത്ത് എല്ലാവരെയും പോലെ, എല്ലാ പെൺകുട്ടികളും പോലെ അല്ലേ ചേച്ചി നമുക്ക് കല്യാണം, മാരേജ് ലൈഫ്, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് എന്നെ പോലെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ സിംഗിൾ പാരന്റ് ആണ്. അപ്പൊ നമുക്ക് ഒരു ഫാമിലിയിലേക്ക് പോവാ, ആ ഒരു ലൈഫ് എന്നുള്ളത് ഭയങ്കര ഒരു സ്വപ്നമാണ് സത്യം പറഞ്ഞാല്. അപ്പം അങ്ങനെ ഒരു ലൈഫിലേക്ക് പോകുമ്പോ ഇത് വലിയ കാര്യമായിട്ട് തോന്നിയില്ല ആ ഒരു പ്രായത്തില്. അപ്പോൾ എനിക്ക് ലീവിന്റെ കാര്യത്തിൽ പറഞ്ഞു, എനിക്ക് ഞാൻ കുറച്ച് ദിവസം കൂടുതൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താന്ന് വെച്ചാൽ ഞാൻ സാറിന് സത്യമായിട്ടും കുറ്റം പറയാലോ, എനിക്ക് സാർ ഗോഡ് ഫാദർ ആണ് സത്യം പറഞ്ഞ. ഞാൻ ഇങ്ങനെ ഒരു മേഘ്ന ഉണ്ട് ഇത്രയും പേര് അറിഞ്ഞതും എല്ലാം അമൃതയിലൂടെയാണ്. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നത് എനിക്ക് ജയകുമാർ സാറാണ്. പിന്നെ സാർ തന്നെയാണ് എന്റെ കല്യാണത്തിന് വന്ന് ഗിഫ്റ്റ് ഒക്കെ തന്നതും എല്ലാം, ഒരു ബ്ലെസ്സിങ്സ് തന്നതും ഒക്കെ സാർ ആ രീതിയിലൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ സാറ് എൻ്റെ ഇങ്ങനൊരു ഡിസിഷനിൽ ഫാമിലിന്ന് വന്നപ്പോൾ സാർ ഒരിക്കലും എൻ്റെ അടുത്ത് മറിച്ചൊരു വാക്ക് പോലും പറഞ്ഞിട്ടും ഇല്ല.